എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മരുവിലെ വാസത്തിൽ, എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവെ കിടന്നുറങ്ങി സമാധാനത്തോട് ഉണർന്നു എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനൊക്കെ കർത്താവ് തന്ന സമാധാനത്തിനായി, സൗഖ്യത്തിനായി, സുബോധത്തിനായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാം അവിടുത്തെ കൃപയാപ്പ, അവിടുത്തെ ദാനമാപ്പ. സ്തോത്രം, സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഓരോ പ്രിയ മക്കളുമുണ്ട്. ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിച്ച് കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണം. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടെയിരിക്കണം, വാഹനത്തിലും വഴിയിലും കൂടെയിരിക്കണം. ആപത്തനത്തിൽ വിടുവിക്കണം. രോഗദുഃഖാതെ പകർച്ചയാതെ മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഈ നല്ല സമയം കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെല്ലാം സ്തോത്രത്തോടെ നന്ദിയോടപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. എല്ലാം അവിടുത്തെ ദാനമാപ്പ. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുമാറാകണം. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ ദൈവം അവിടുന്ന്, വീണ്ടും പരിപാലിപ്പാൻ സർവ്വശക്തൻ അവിടുന്ന്, ഞങ്ങളുടെ പിതാവ് അവിടുന്ന് ആകിയാൽ സ്തോത്രം, സ്തോത്രം അപ്പാ. ബലമുള്ള കരത്തിലോട്ട് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്കൂളുകളൊക്കെയും തുറക്കുവാൻ പോകുന്നപ്പാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ അവധിക്കാലമെല്ലാം കർത്താവ് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവേ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നുവെങ്കിലും അതിൻ്റെ നടുവിലും ഹല്ലേലൂയ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. വീണ്ടും റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് നല്ല വിജയമൊരുക്കി സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഡ്മിഷൻ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊക്കെ അവർ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കർത്താവെ സബ്ജക്റ്റുകൾ ലഭിപ്പാൻ സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ജോലി ചെയ്യുന്ന മക്കളെ ഓർക്കുന്നു. നാടും വീടും വിട്ട് വിദൂരതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കട്ടെ. പഠനത്തിനായി, ജോലിക്കായി കടന്നു പോയിരിക്കുന്ന കർത്താവ് കൺമണി പോലെ സൂക്ഷിക്കണം. ആപത്തനത്തിൽ നിന്നെല്ലാം വിടുവിക്കണം. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം. ശത്രുവാരെയും കാണല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തോടും ദൈവകൃപയിലും ജീവിപ്പാൻ തക്കണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം അവിടുന്ന് വളർത്തി തരണമേ. ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളണം. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വളരുവാൻ സഹായിക്കുമാറാകണം. എൻ്റെ കർത്താവ്, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ, ജലപ്രളയത്തിൽ നിന്ന് വിടുവിക്കുമാറാകണമേ. ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സൗഖ്യമയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ ദൂതന്മാരാൽ കാവൽ ചെയ്തു കൊള്ളുമാറാകണമേ. കട്ടിളക്കാൽ മേലും കുറുമ്പടി മേലും ഞങ്ങളുടെ ഓരോ മക്കളുടെ മേലും എൻ്റെ കർത്താവിൻ്റെ രക്തം മുദ്രയിടുമാറാകണം. ആമേൻ. സംഹാരം കടന്നു വരാതെ കോട്ടകളെ കാത്തുകൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, സ്തോത്രം. നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പിന്തുടരുവാൻ തക്കണം സ്വർഗമിടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം കർത്താവേ. അപ്പോൾ ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കുമാറാകണം. കുടുംബജീവിത സമാധാനമില്ലാതെ ജീവിക്കുന്ന പൈതങ്ങളുണ്ട് കർത്താവ്. നിൻ്റെ സമാധാനം തൻ്റെ മക്കൾക്ക് നൽകുമാറാകണം. സന്തോഷത്തോടെ ജീവിക്കാൻ ഇടയാക്കുമാറാകണം. വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ട്, വിവാഹത്തിനായിട്ട് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല തടസ്സങ്ങളെയും സ്വർഗം എടുത്തു മാറ്റുമാറാകണമേ. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്, തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവം ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് എൻ്റെ ദൈവമേ സുഖപ്രസവം നൽകി ആ മക്കളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പുതുവർഷക്കാലം അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടേതുമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളുണ്ടപ്പ. സന്തോഷമുള്ള ജീവിതം നയിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ എല്ലാ ഐശ്വര്യങ്ങളാലും തൻ്റെ മക്കളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, മദ്യപാനികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പ, മാനസാന്തരം നൽകുവാൻ കഴിവുള്ള ദൈവം അവിടുന്ന്. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല. മാനസാന്തരം നൽകി സഹായിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന നാഥ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള അപ്പൻ അവിടുന്ന്. ആ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് തൻ്റെ മക്കളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഭവനമില്ലാത്ത മക്കളുണ്ടപ്പ. ഭവനം പണിയുന്ന മക്കളുണ്ട് കർത്താവെ. പാർക്കുവാൻ ഭവനമൊരുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ കർത്താവെ, ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സ്തോത്രം 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 കർത്താവെ. ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, എല്ലാ ഉപജീവനമാർഗവും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. വേണ്ടുന്നതെല്ലാം കൊടുത്ത് ഓരോ നിമിഷം എല്ലാവരെയും പോഷിപ്പിക്കുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കഷ്ടനഷ്ടങ്ങളിൽ നിന്നവരെ വിടുവിക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദിനംതോറും കൊടുത്ത് പോഷിപ്പിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കഷ്ടമോ ഭാരമോ ആർക്കും ഉണ്ടാൻ സമ്മതിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എൻ്റെ അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ ഓരോ വിഷയം സമർപ്പിക്കട്ടെ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ, ഓരോ യാത്രകളിലും കൂടെ ഇരുന്ന് സഹായിക്കണം. നിശ്ചിത സ്ഥാനത്ത് കൊണ്ട് എത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താവെ. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ICUയിലും CCUയിലും കിടക്കുന്നവർ, ഡെലിവറി റൂമിൽ കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർ, കർത്താവ് വെന്റിലേറ്ററിലായിരിക്കുന്നവരൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന്. മരുന്നും വൈദ്യനും അവിടുന്ന്. മനസ്സറിവും കരുണയുമുള്ള ദൈവം അവിടുന്ന്. ഓരോ വ്യക്തി ജീവിതങ്ങളെയും തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ, കൈകാൾക്ക് ചലനമില്ലാതെ, കാഴ്ചയും കേൾവിയുമില്ലാതെ, ഓർമ്മയും ബുദ്ധിയുമില്ലാതെ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ കർത്താവ്, ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കുന്നു, കിഡ്നി രോഗികളെ ഏൽപ്പിക്കുന്നു, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ ഏൽപ്പിക്കുന്നു കർത്താവ്. മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗത്താൽ ഭാരമുള്ളവരുണ്ട് കർത്താവ്. തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവ്. ബയോപ്സി റിപ്പോർട്ട് കാത്തിരിക്കുന്നവരുണ്ട് കർത്താവ്. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് തൻ്റെ മക്കളുടെ മേൽ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, തൊട്ട് സുഖപ്പെടുത്തണമേ. അങ്ങ് മരുന്നും വൈദ്യനുമാണല്ലോ കർത്താവെ. തൻ്റെ മക്കളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവെ. കരുണ തോന്നണമേ. ശരീരമാസകലം നീർക്കെട്ടും വേദനയുമായി ഭാരപ്പെടുന്നവർ, മുട്ടിൻ്റെ വേദനയാൽ, നടുവിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ചെവിക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ തരിക. എല്ലാ വ്യക്തികളെയും അവിടുന്ന് കാണുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. അപ്പോൾ അതൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു കർത്താവെ. വേല സ്ഥലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശുഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അതികഠിനമായ ചൂടിൽ കൂടിയൊക്കെ കടന്നുപോയി. സ്വർഗ്ഗം ഞങ്ങൾക്ക് തന്ന മഴയ്ക്കായി സ്തോത്രം 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 കർത്താവേ. അപ്പോൾ അതികഠിനമായ മഴകളിൽ നിന്നൊക്കെയും വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെയും എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുള്ളവനെ, മഴയുടെ മേൽ അധികാരമുള്ളവനെ, അടിയങ്ങളോട് കരുണ തോന്നിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥന വിഷയപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. പിന്നെയും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണം. ഞങ്ങളുടെ ആവശ്യമാഗ്രഹം ഞങ്ങളെ സഹായിക്കണം. സകല വേദനകളും ഭാരങ്ങളും രോഗങ്ങളും സ്വർഗ്ഗം ഏറ്റെടുത്തിരിക്കാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.